അപ്പം ഞാൻ പിന്നെയും വന്നേ. അന്ന് ഞാൻ പെരിന്തൽമണ്ണ പോവാണ്. പെരിന്തൽമണ്ണ അവൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ വീടെന്തോ പൊളിച്ചെന്ന് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ കുറച്ച് പിന്നെ വന്ന് പാൻറ് ഇട് ഇല്ല അതിൽ കാണൂല, ഞാൻ കണ്ട് പിടിച്ചോളാം ക്യാമറ. പിന്നെ അപ്പോൾ അവൻ കുളിച്ച് വരികയാണ്. അപ്പോൾ അവിടെ എൻ്റെ കുറച്ച് ഡ്രസ്സുകളും പിന്നെ അതേപോലെ 10th ഇല്ല പൊയ്ക്കോ കാണൂല കുഞ്ഞാ. 10th പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് പുസ്തകങ്ങൾ, നോട്ട്സ്, പിന്നെ ഡയറി. എനിക്ക് ഡയറി ഒക്കെ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ എന്താ അതന്നെ മെയിനായിട്ട് കുറച്ച് ഫോട്ടോകൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള കുറച്ച് ഫോട്ടോകളൊക്കെ ഉണ്ട്. പക്ഷേ അത് എന്തായിന്ന് അറിയില്ല. കാരണം 5-6 കൊല്ലമായി ഞാൻ അങ്ങോട്ട് പോയിട്ട് 5-6 കൊല്ലമല്ല, ഒരു 4 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇരിക്കാൻ സാധനം ഇങ്ങനെ അലമാരൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. 6 വർഷം കണ്ടാൽ പോരാ, 6-7 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ കേട് വന്നണോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന 10th 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലേക്ക് ഫോട്ടോ, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോ, ടീച്ചേഴ്സിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരണ്ടേ. കിട്ടിയില്ല എങ്കിലും അത് എന്തായാലും കിട്ടും. അത് അവന് ഒന്നും കേടൊന്നും പറ്റിയില്ലെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്കാണ് പോകണത്. എനിക്ക് ബസ്സിലോ ഇതിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. കാറിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ ചെറിയ ഷൂട്ടുകളൊക്കെ എന്തെങ്കിലും വരുമ്പോൾ അവരെ ക്യാമറാമാൻ്റെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറുടെ കൂടെ പോകുമ്പോൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ ഗുളികയൊക്കെ കുടിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അത്രയും വയ്യ എനിക്ക്. യാത്രയൊക്കെ പൊതുവേ എനിക്ക് യാത്ര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എൻ്റെ ശരീരം അതിന് പറ്റിയ ശരീരം അല്ലാത്തതുകൊണ്ട് ഞാൻ യാത്ര എവിടെയും ടൂറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പിന്നെ പോകുന്നത് എന്താ പറയുക, എവിടേക്കെങ്കിലും പോകുമ്പോൾ തിരൂരൊക്കെ പോവുകയാണെങ്കിലും അധികം ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. പെട്ടെന്ന് തലവേദന ഇളകും, പ്രഷർ കുറയും, അങ്ങനത്തെ പ്രശ്നമുണ്ട് എനിക്ക്. ബ്ലഡ് കുറവാണ്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ കിട്ടണം, ജനലിൻ്റെ അടുത്തുള്ള സീറ്റ് കിട്ടിയാൽ ഓക്കെ. അങ്ങനെയൊക്കെ കുറച്ച് നേരത്തിനൊക്കെ എനിക്ക് ഓക്കെ. പക്ഷെ അധിക ദൂരം ഒന്നും പോകാൻ, പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ എന്തായാലും ഇവിടുന്ന് തിരൂരിൽ നിന്ന് കോട്ടയ്ക്കൽ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എനിക്ക് വണ്ടിയിൽ അത്ര നേരം, നമ്മളെ കൂടെ ആരും ഇല്ല, വേറെ ഞാനും മകനും തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഇവിടെ അടുത്തുള്ള ഒരു ഏട്ടൻ്റെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ദിവാകരൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഇലക്ട്രിക് ഓട്ടോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് വേറെ പെട്രോളിൻ്റെ, ഡീസലിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്മെല്ലുകളൊന്നും ഉണ്ടാവില്ല. കാരണം ഇലക്ട്രിക് ഓട്ടോ എപ്പോഴും കുറച്ച് ഉൾഭാഗം കുറച്ച് വിസ്താരം കൂടിയതായിരിക്കുമല്ലോ, ബാക്ക്. അതായത് ഇരിക്കുന്ന ആ സീറ്റ് കുറച്ച് നമുക്ക് എന്തും വേണമെങ്കിൽ കിടന്ന് വരെ പോകാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ കുറച്ച് വീതിയുള്ള ടൈപ്പ് വണ്ടിയാണ് മൂപ്പരുത്. അപ്പോൾ ഞാൻ അത് വിളിച്ചിട്ടുണ്ട്. ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് നല്ലത്. പൈസ കുറച്ചാവും തോന്നണേ. എന്തായാലും സാധനങ്ങൾ എടുത്തുകൊണ്ടിരാതെ ഒരു രക്ഷയില്ല. അപ്പോൾ കാരണം അവിടെ കിടന്ന് ഇങ്ങനെ കേടൊന്ന് പോകുമല്ലേ. അപ്പോൾ പൊന്നുക, അപ്പോൾ ഞാൻ എന്താ പറയുക, കറണ്ട് വന്നോ? 10 മണിയായി തോന്നുന്നുണ്ട്. വണ്ടി വന്നോ നോക്കി നോക്കിയാൽ. ഞാൻ വാതിൽ പൂട്ടി ഇറങ്ങാൻ പോവാണ്. പറ്റുകയാണെങ്കിൽ അവിടുത്തെ പോണ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാണിക്കാൻ മാത്രമൊന്നും ഇല്ല, എന്നാലും വീടൊക്കെ പൊളിച്ചിന്. പോണ വഴി ഒക്കെ കാണിച്ചു തരുന്നത്. നല്ല രസം. ഇവിടുന്ന് പോകുമ്പോൾ റബ്ബറിൻ്റെ തോട്ടം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ വണ്ടി ഏകദേശം വരാനായിട്ടുണ്ട്. ഞാൻ എന്തായാലും ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങട്ടെ. ശരി. നിങ്ങളമ്മല്ലേ? പക്ഷെ ഇത് കണ്ടപ്പോ അതേപോലെ തന്നെ തോന്നുകയാണ്. കൺഫ്യൂഷൻ. അപ്പോൾ മക്കളെ, ഞാൻ എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, വരുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ പടപ്പറമ്പ് ഞാൻ പഠിച്ച 2 വർഷം പഠിച്ച ഹോസ്റ്റലിലാണ്. വലിയ ക്ലാസ് നല്ല 9ഉം 10ഉം പഠിച്ച ക്ലാസ്സിലാണ്, ഹോസ്റ്റലാണ്. നമ്മളെ പടപ്പറമ്പ് അൽഹിലാൽ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങോട്ട് കയറുന്നുള്ള പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ലേ. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് പഴയ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പഴയതല്ല, പുതിയ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഡ്രസ്സ് മാത്രം കിട്ടി. ഓട്ടോക്കാരനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാനും മോനും കൂടി എൻ്റെ മോന് എന്താ പറയുക, സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നാൽ. വാ പൊന്നോ, ഇത് ഞങ്ങളുടെ ഓഫീസ് റൂം.
അവിടെ അതിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങളെ ഹോസ്റ്റൽ. ആദ്യം ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ പോയിട്ട് കാണട്ടെ. എനിക്ക് എന്തോ ഭയങ്കര ത്രില്ല്. കുഞ്ഞു വാ വാ. നമ്മൾ എന്താ പറയുക, എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇടവഴിയാണ് കേട്ടത്. ആണോ അവിടെ നിന്നിട്ട് അവിടുന്ന് ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു. ഇടവഴി ഉണ്ടായിരുന്നു, പക്ഷെ ഈ മതിലൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഈ ഓഫീസ് റൂം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോട്ടെ. എൻ്റെ സ്കൂൾ, അതായത് നമ്മളെ ഹോസ്റ്റലിനോട് ചേർന്നിട്ട് തന്നെ സ്കൂൾ വാങ്ങാ ഹോസ്റ്റലിനോട് ചേർന്നിട്ട് തന്നെയാണ് സ്കൂൾ. ഞാൻ 9ഉം 10ഉം പഠിച്ച എനിക്ക് വയ്യ, വല്ലാത്തൊരു ഫീല്. ക്ലാസ് റൂമുകളാണ് പഠിച്ചു. എത്ര വർഷം കഴിഞ്ഞു, 2012 2013 അതിലായിരുന്നു. നമ്മളെ മാനേജർ താത്ത, നമ്മളെ മാനേജറെ വൈഫാണ്. അറിയോ? അറിയില്ലല്ലേ, ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് നമ്മളെ ഫോട്ടോ ഒന്നല്ല, വീഡിയോ ആണ്. ഇത് നമ്മളെ കാണില്ല, എന്താ പറയാ, ഇവിടുത്തെ നമ്മളെ അലിലാലിലെ മാനേജറുടെ വൈഫാണ് ആയിഷ താത്ത. വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കുകയാണ് നമ്മളെ വ്ളോഗിന് വേണ്ടിയിട്ട്, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പഠിച്ച സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. ഇതിന്റെ മോനാണ്. ആ അതന്നെ ഉള്ളു. നമ്മളെ തിരൂര് ഓർമ്മയില്ല കേട്ടോ ആൾക്ക്. കൊറേ കാലം നമ്മള് പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് റുബീന എന്നറിയാം നിങ്ങൾക്ക്? മരത്തുമ്മ കയറാനും ചാമ്പക്ക പറിക്കാനും മാങ്ങ പറിക്കാനൊക്കെ ഞങ്ങളായിരുന്നു. മുളകും മഞ്ഞളൊക്കെ ഉണക്കി കൊടുക്കാനൊക്കെ ഞങ്ങളായിരുന്നു വാർപ്പിന്റെ മുകളിൽ കയറാൻ. വേറെ തിരൂരിന്ന് കുറെ കുട്ടികളുണ്ടായിരുന്നു, 3-4 കുട്ടികളുണ്ടായിരുന്നു. ഓർമ്മയില്ല ആൾക്കിട്ട. സാറില്ലടെ അവിടെ പോയപ്പോ ഓഫീസ് റൂം പൂട്ടി കിടക്കാണ്. അപ്പൊ ഞാൻ ഉള്ളിക്കൊക്കെ ഒന്ന് ആക്കിക്കണില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ എന്തായാലും എന്റെ ക്ലാസ് റൂമൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ വരാം. ഇല്ല ആരും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് പോയിട്ട് അവിടെ ഒക്കെ ഒന്ന് ഞാൻ പോയി. നിങ്ങൾ ഇതിൽ കൂടെ പോവാ? ഇന്റെ കല്യാണം അന്നേ കഴിഞ്ഞിക്കണല്ലോ. ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞല്ലോ എന്റെ. പിന്നെ ഒരു പർദ്ദയും ബുർക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. ഓർമ്മയില്ല. 2013 2024 10 കൊല്ലം കഴിഞ്ഞ്. കല്യാണം ഇവിടുന്ന് വരുമ്പോ തന്നെ 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 8ാം ക്ലാസ് കഴിഞ്ഞ എന്റെ കല്യാണം കേട്ടോ, 14 വയസ്സിലേ. അന്ന് പറ്റിയിട്ടൊന്നുമല്ലേ. തിരൂർക്ക് പോണം. കല്യാണം കഴിച്ചിക്കണത് പെരിന്തൽമണ്ണ പട്ടിക്കാട്. അവിടെ. അപ്പൊ ഞാൻ അവിടെ വീട് പൊളിക്കാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തോണ്ടിരാൻ വേണ്ടി പറഞ്ഞപ്പോ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ വിചാരിച്ചെന്നാ ഇവിടെ വന്നുകൊണ്ട് പോണ പോക്കിൽ ഇവിടെ അയ്യോ ഞാനാണ്ട് വരാം. ഏത് അവിടെ അല്ലേ? അവിടെ ഉണ്ടാവൂലേ? അങ്ങോട്ട് വരാം. ഇപ്പൊ വരാം ഞാനാണ്ട് കേട്ടാ. ആയിക്കോട്ടെ. നസ്രിയ. മക്കളെ ഞാൻ എത്ര പോലും കേറി കളിച്ചിരുന്ന മാവാണ് പഠിച്ചോന്. നോക്കിക്കളി വല്ലാതെ സങ്കടവും എന്തൊക്കെയാ വരുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. വല്ലാത്തൊരു ഫീല്. ഇത് ഞാൻ ആദ്യം 9ാം ക്ലാസ് പഠിച്ചിരുന്ന 9ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന ക്ലാസ് റൂം എന്നൊക്കെ ടൈലിട്ട് കേട്ടോ. എന്താ പറയാ, ഇവിടെ സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് ഞാനിത് ലാസ്റ്റ് ബെഞ്ചേഴ്സ് എപ്പോഴും കച്ചറയാണെന്നാണല്ലോ പറയല്ലേ. ഞാൻ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു അന്ന്. പിന്നെ പർദ്ദയും ഹിജാബൊക്കെ ഇട്ടിട്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇവിടെ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ ഞാൻ കച്ചറയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാനന്ന് ഏറ്റവും ബാക്കിലായിരുന്നു. പിന്നെ ഞാൻ മുമ്പിലേക്ക് ഇരുന്നിരുന്നത്. പിന്നെ വന്ന് സ്കൂളിൽ തുടങ്ങിയ സമയത്തൊക്കെ പഠിച്ചവരെ ഇത്രങ്ങാനെ മറ്റും നമ്മളെ സാറുമാരും ടീച്ചേഴ്സൊക്കെ എഴുതി നമ്മളെ പഠിപ്പിച്ച ബോർഡാണ്. എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് വയ്യ. പിന്നെ ഇത് 9ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോകുമ്പോൾ ഓയ് വയ്യ. ചെറിയൊരു സ്കൂളാണ് എങ്കിലും നമുക്കിത് വലുത് തന്നെയാണ് അല്ലേ.
എൻ്റെ ക്ലാസ് റൂം. പിന്നെ ഇത് ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂമായിരുന്നു കേട്ടോ. ഏട്ടാ 10ാം ക്ലാസ് പൂട്ടിട്ടണല്ലോ, തുറക്കവേ മുടിയാതെ. പക്ഷെ ഞാൻ തുറക്കും. എങ്ങനെ? ഇങ്ങനെ. ഞാൻ ജനൽ തുറന്നിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, അങ്ങനെയൊക്കെ ഇരുന്നു. ഇതാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സ്പേസ്. ഇതിവിടെ ഞങ്ങളുടെ ലൈബ്രറി, പിന്നെ അവിടെ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇതാണ് ലൈബ്രറി തോന്നുന്നുണ്ട്. അത് എന്തോ NTTC ഒക്കെ ഇതാക്കിയിരുന്ന ക്ലാസ്സാണ് അപ്പുറത്ത് കാണുന്നത്. ഡാൻസൊക്കെ കളിച്ചിരുന്ന റൂമാണ് അവിടെ ഉള്ളത്. ലാസ്റ്റ് കാണുന്നത് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഞാൻ ഇവിടെ കളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ കളിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കളിച്ചിട്ടില്ലായിരുന്നു. അയ്യോ, എത്ര വട്ടം ഈ മൂച്ചമൊന്ന് ഞാൻ കയറിയാലോ. ഇപ്പോഴും ഉണ്ട് കേട്ടോ സ്വഭാവമൊക്കെ. കുറച്ചുനെ ഇത്രങ്ങാനും വട്ടതിമലൊക്കെ കയറിയിട്ട് ടീച്ചർമാർ തന്നെ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂട്ടോ. ഇൻ്റർവെൽ സമയത്തൊക്കെ അധികം ആൺകുട്ടികളില്ലായിരുന്നു ഇവിടെ. ഒരു ബനാത്ത ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആൺകുട്ടികൾ കുറവായിരുന്നു. ആൺകുട്ടികൾ ഇല്ലയെന്നല്ല, ഉണ്ട്. പക്ഷേ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ആകെ 5 പേരേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒറ്റ ആൺകുട്ടികളും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഇതിൻ്റെ ഒരു പഴയൊരു ലൈൻ ഉണ്ടായിരുന്നു. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ പ്രേമൊന്നുമല്ല, അവന് ചെറിയൊരു ക്രഷ് അടിച്ചതാണ്. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ, അവൻ്റെ അനിയനെയൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. ആ ഒരു പ്രായത്തിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കാണാനില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പം എൻ്റെ മകനിതാ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലായിരുന്നു ഈ സംഗതിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. എന്തോ ഒരു പ്രത്യേക ഒരു സുഖം, പ്രത്യേക സുഖം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം മനസ്സിന്. എത്ര കൊല്ലമായി എന്ന് പറയുമ്പോൾ 2013 വന്ന് പോയതാണ്. 2011 വന്ന ഹോസ്റ്റലിലേക്ക് വന്നതാണ്. 12-13 ഇവിടെ ആയിരുന്നു. ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇതിപ്പോൾ എവിടെയെന്ന് അറിയാം. നമ്മളെ പെരിന്തൽമണ്ണ പട്ടിക്കാടല്ല, പെരിന്തൽമണ്ണ കഴിഞ്ഞ് പടപ്പറമ്പ്, കൊളത്തൂര് പാങ്ങ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെയാണ്. പിന്നെ പടപ്പറമ്പാണത്. അലിഹിലാൽ പടപ്പറമ്പ്. എടാ മാങ്ങ കണ്ട എനിക്ക് ഭ്രാന്താണ്. പൊന്നിയാ വയ്യടാ, മാങ്ങ കൊത്തിയതാട്ടോ. മാങ്ങ ഒക്കെ ഉണ്ട്. ഈ മൂച്ചയൊക്കെ നല്ല മാങ്ങ, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഞങ്ങളെ ഗ്രൗണ്ട് പൂട്ടിട്ടിരിക്കണ്. ഇവിടെയൊക്കെ പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ട്. അവിടെ ആയിരുന്നു ഞങ്ങൾ ഇതൊക്കെ എന്താ പറയുക, സ്പോർട്സൊക്കെ നടന്നിരുന്നത്. ചെറിയ ഗ്രൗണ്ടാണ്, വലിയ ഗ്രൗണ്ടൊന്നുമല്ല. എന്നാലും ഞങ്ങൾക്കത് എനിക്കെന്ന് പറയണ്ട, ഞങ്ങളെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എത്ര ചെറുതാണെങ്കിലും അവരുടെ ഒരു കലാലയ ജീവിതം എന്ന് പറയുന്നത് അല്ലേ, സ്കൂൾ ലൈഫ് ഭയങ്കര മിസ് ചെയ്യണം. കുറച്ച് പേര് ഞാൻ ഒരുപാട് പേർക്ക് ഡാൻസൊക്കെ പഠിപ്പിക്കും. ചെറിയ പിള്ളേർക്കൊക്കെ ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന സ്റ്റേജാണ്. ഞാൻ നിന്നിട്ട് ഒരു വട്ടം പാട്ട് പാടിയ സ്റ്റേജാണത്. പിന്നെ അപ്പുറത്ത് കുറേ ചാമ്പക്കൻ്റെ മരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും അറിയാം, ഞങ്ങൾ അത് +2 ക്ലാസ് റൂമാണ്. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കൻ്റെ വായിലോക്കലുണ്ടായിരുന്നു. ഞാനും ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കലുണ്ടായിരുന്നു. ആ പ്രായത്തിൻ്റെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇവിടെ ഇപ്പുറത്തൊരു എന്തൊക്കെയോ ഒരു പറമ്പ്, കുറേ കാടും പൊന്തൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പൊന്നോ. പിന്നെ അപ്പോൾ അത് എന്ത് ചെയ്തോണു, പിന്നെ ചാമ്പക്കല്ല, ജാതിക്ക ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ തിന്നു. അങ്ങനെ എല്ലാം കയറാത്ത മരങ്ങളുണ്ടായിരുന്നില്ല. ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് എൻ്റെ കൂടെ തൃശ്ശൂരുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ, റുബീന എന്ന് പറയും. ഞാനും അവളും കണക്കാണ് ഈ അലമ്പ് കളിക്കലൊക്കെ. ഞങ്ങൾ പുറത്തുനിന്നൊക്കെ പിള്ളേരെ വിട്ടിട്ട് നമ്മുടെ പച്ചപ്പട്ടാണി കടലൊക്കെ വാങ്ങിക്കൊണ്ടിരും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ബാക്കിൽ കൊണ്ടുപോയിട്ട് എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയണില്ല. നമുക്ക് സത്യം വല്ലാത്തൊരു ഫീലിൽ നിൽക്കണേ ഞാൻ. എന്താ പറയുക, എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യും. ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വേണമെന്നുണ്ട്. എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവരെ വീടുകളുള്ള സ്ഥലമുണ്ട്. അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും എന്നെ ചീത്ത അറിയാം. കുരിപ്പേ, എനിക്ക് ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നില്ല ഇങ്ങോട്ട് വരണുണ്ടെന്നുള്ള. ഞങ്ങളൊക്കെ കെട്ടിച്ച വീട്ടിലാണ്, അന്നെ പോലല്ല. കെട്ടിച്ച വീട്ടിലാണ്. അന്നമാർക്ക് ചോദിക്കാതെയും പറയാതെയും ഇറങ്ങി വരാൻ പറ്റില്ല. അല്ല ആരൊക്കെയാണ് അത് ചോദിക്കണം, അനുവാദം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റുകയാണെങ്കിൽ പോലും ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംന എന്ന് പറഞ്ഞൊരു കുട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജുനൈദും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ എന്ത് വൈബായിരിക്കും എന്നറിയാം ഇവിടെ. ഞാൻ മരത്തിൽ പോലെയൊക്കെ കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. അത്രയ്ക്ക് എനിക്ക് അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒപ്പം സമ്മതിച്ചിട്ടില്ലായിരുന്നു പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അന്നൊക്കെ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നായിരുന്നു. ഒരുവിധം കുട്ടികളുടെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും കൂടി ഈ ക്ലാസ് റൂമിൽ ഇരിക്കാൻ, ഒന്നുകൂടി പഠിക്കാൻ, ടീച്ചറുടെ നിന്ന് അടി വാങ്ങാൻ, എന്താ പറയുക, ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിലേക്ക് വരാൻ, അങ്ങനെയൊക്കെ ഒരു എനിക്കിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, അതൊന്നും ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഒക്കെ എന്താ പറയുക, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ആ ഒരു പ്രായത്തിനുള്ളിൽ തന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയി. അപ്പം അതിൻ്റെ ഒരു പക്ഷെ ഇപ്പം ഞാൻ ഫ്രീ ആണ്. എന്താ പറയുക, ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു എന്താണെന്നറിയാത്തൊരു സന്തോഷം. അന്നൊന്നും ശരിക്കും പിന്നെ +1 +2 ഒക്കെ പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയ സാഹചര്യവും അല്ലായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഇപ്പം സമ്മതിച്ചൊന്നുമില്ല. എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തി കിട്ടിയാൽ മതി. ഹോസ്റ്റൽ ലൈഫൊക്കെ മടുത്തിട്ട് ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹോസ്റ്റലിൽ വന്ന് നിൽക്കാൻ എല്ലാവരും കൂടി, ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടിരിക്കാൻ, അതേപോലെ രാത്രി കറണ്ട് പോകുമ്പോൾ ഇതൊക്കെ വിളക്കൊക്കെ കത്തി വെച്ചിട്ട് കളിക്കാൻ, അങ്ങനെ ഒരുപാട് എന്തൊക്കെ പറയാൻ പറ്റാത്ത ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ എപ്പോഴും ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങോട്ട് ഇതാവണം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കെന്നല്ല. പക്ഷെ നമുക്ക് നമ്മളത് വലുതെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഉണ്ടാവുള്ളൂ ആ ഫീലൊക്കെയെന്ന്. അയ്യോ, ഇവിടെയൊക്കെ എന്താ കോണിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അവർ. എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം ഇതായി തുടങ്ങി. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല സത്യം പറയാലോ. ഞാൻ ആലോചിക്കണം ഒന്നും കൂടി +1 +2 ഒക്കെ ഇവിടെ വന്ന് പഠിച്ചാലോ ഹോസ്റ്റലിൽ നിന്നാലോ എന്നൊക്കെ ഒരു തോന്നൽ. എൻ്റെ ഫ്രണ്ട്സും കൂടി എന്തായാലും അവർ വലിയൊരു നാളിന് എല്ലാവരും കൂടി വരാമെന്നൊക്കെ വേണ്ടി പറഞ്ഞാൽ ഓരോരുത്തർ ഈ ഹോസ്റ്റലിലായിരുന്നുകൊണ്ട് തന്നെ തൃശ്ശൂർ, എറണാകുളം, പിന്നെ ആലപ്പുഴ, പാലക്കാട്, അങ്ങനെ കാടാമ്പുഴ, അങ്ങനെ ഭാഗങ്ങളിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ എന്താണെന്നറിയാം, ഇവർ എന്താ പറയുക, എല്ലാവരും കൂടി ഒപ്പം എത്തിക്കിട്ടൂല കണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ തിരക്കായിരിക്കും. പിന്നെ അവിടെ നിന്ന് കണ്ട് വരണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചടക്കും. അതൊക്കെയാണ് പ്രശ്നം. ഞാനെപ്പോഴും റെഡി. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് നിങ്ങൾ ഇതാക്കി വെക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്തോ ഒരു പറയാൻ പറ്റാത്തൊരു. എന്തായാലും ഞാൻ ഹോസ്റ്റലിലും കൂടി പോട്ടെ, അവിടെയും കൂടി പോയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് റെഡിയാക്കട്ടെ. എൻ്റെ ക്ലാസ് റൂം, എൻ്റെ പഠിച്ചാനേ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഓയ് ഉന്തി തരേ? വേണ്ട മതി. ഈ ആ ഷൂലൊക്കെ വന്ന അങ്ങോട്ട് പോവാണ്ട്, അവിടെ പോവാണ്ട് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ഹോസ്റ്റലിലും കൂടി ഒന്ന് പോട്ടെ. അപ്പോൾ അവിടെ എന്താ ഹോസ്റ്റലിലും കൂടി കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ടെന്ന് പറയണേ, പണിക്കാരൊക്കെ ഉണ്ടെന്ന് പറയണേ. എന്തായാലും അതിൻ്റെ ഉൾഭാഗത്താണ് ഇതുള്ളത്. അപ്പോൾ ഞങ്ങൾ പോവാണ്. എന്താ പറയുക, ഇനി കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ പോയിട്ട് വരാം. ഹലോ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നതാ ഷംന. അവിടേക്ക് കേറി. അപ്പൊ അത് ഞാൻ പിന്നെ പറഞ്ഞതാ, ഇതല്ലേ വീട്. അപ്പൊ ഒരാളെ കിട്ടി, ഒരാളെ കണ്ട്. എന്താ പറയാ, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓളുണ്ട്, ഓൾക്ക് വിളിക്കാൻ നിൽക്കായിരുന്നു ഞാനപ്പോൾ. ഓള് അന്നേണേ ഉണ്ട്. ഓളെ വീടാണ്. അപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്, പടപ്പുറം തന്നെയാണ് ഓളെ വീടുള്ളത്. അപ്പൊ അവിടെ കയറി. അപ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് നേരം വിസായം പറയട്ടെ, എന്നുവെച്ചാൽ കഥ പറയട്ടെ. വിസായം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു സ്റ്റൈലാട്ടോ, മലപ്പുറംകാരുടെ വിസായം പറയട്ടെ, സംസാരിക്കട്ടെ എന്നുള്ളൊരു സ്റ്റൈലാണ്. അപ്പോൾ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ബാക്കിൽ അങ്ങോട്ട് ഇറക്കുണ്ടോ? ഇറങ്ങാൻ പറ്റും. വേണ്ട, അങ്ങോട്ട് ഇറങ്ങൊന്നും വേണ്ട, അപ്പം ഇനി സമയമില്ല. അപ്പം ഞാനിതാ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്, ഇവക്ക് ഭയങ്കര മടിയാണല്ലോ വീഡിയോ ഒക്കെ വരാൻ കേട്ടോ. അപ്പം അവിടെ നമുക്ക് കൈ കണക്കല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷംന. ഞങ്ങൾ കുറേ കുരുത്തക്കടൊക്കെ കാട്ടിന്ന് കേട്ടോ സ്കൂൾ പഠിക്കുമ്പോൾ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കണ്ടവൻ്റെ ജാതിക്ക പറിച്ചിട്ടും ഇവളാണ് അധികം കള്ളത്തരത്തിന് കൂട്ടിക്കുക. ജാതിക്ക പറിച്ചിടാനും പിന്നെ ചാമ്പക്ക ഇതിമ കയറാൻ, മൂച്ചിമ കയറാനൊക്കെ ഞങ്ങളൊക്കെ തന്നെയായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഇവളടുന്ന് വീട്ടിലിരുന്ന് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നെ കുടിച്ച് ഞാൻ ഓട്ടോറിക്ഷ കയറാൻ പോവാണ്. ഓളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് എനിക്ക് പിന്നെ കാണാൻ വേണ്ടി വന്നതാണ് പാവം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം.
ഞാൻ അടുത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്. അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തി എവിടെ പോയാ? അപ്പൊ ശരി. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ എന്തെന്ന് നിന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ബാക്കി ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വെച്ചാ ഫോണിൽ ഇത് എന്താ പറയുക, ചാർജ് കഴിഞ്ഞു. ഞാനാണെങ്കിൽ ചാർജറിൻ്റെ ബാഗിൽ വെച്ചൊരു ഓർമ്മ ഉണ്ട്. ഞാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ചാർജർ എടുത്ത് വെച്ച ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അത് കട്ടിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഫോണിൽ ചാർജ് കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയപ്പോൾ അവരെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടുകാർ ഒക്കെ ക്യാമറൻ്റെ മുന്നിൽ വരുന്നത് അങ്ങനത്തെ ഒക്കെ ഇതില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ചാർജ് ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അവിടെ പോയപ്പോഴൊന്നും ഈ ഫോണിൻ്റെ ചാർജർ അവിടെ ഇല്ലേനും. അപ്പോൾ ഫോണിൽ ചാർജ് കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് വട്ടം ചാർജ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. നേരെ വീട്ടിൽ എത്തിയപ്പോൾ 6:45 6:40 കഴിഞ്ഞു. ഓട്ടോ വിളിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ എനിക്ക് വേറെ ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ വയ്യ. ഛർദ്ദിക്കുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ശരി, ബൈ.